ഇടുക്കി വാഗമണിൽ ഒറ്റമുറി വീട്ടിൽ കഴിയുന്ന വയോധികയ്ക്ക് ഭീമമായ വൈദ്യുതി ബിൽ നൽകിയ സംഭവത്തിൽ ഒടുവിൽ നീതി. 21 ദിവസം ഇരുട്ടിൽ കിടത്തിയ ശേഷം വാഗമൺ വട്ടപ്പതാലിലെ അന്നമ്മയുടെ വൈദ്യുതി കണക്ഷൻ KSEB പുനഃസ്ഥാപിച്ചു നൽകി. ഒറ്റമുറി വീടിന് ലഭിച്ച ഭീമമായ കറണ്ട് ബില്ല് അടയ്ക്കാതെ വന്നതിനെ തുടർന്നാണ് അന്നമ്മയുടെ വീട്ടിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചത്. സംഭവം വാർത്തയായതിനെ തുടർന്ന് അന്വേഷണം നടത്താൻ വൈദ്യുതി വകുപ്പ് മന്ത്രി നിർദ്ദേശിച്ചിരുന്നു. വൈദ്യുതി കട്ട് ചെയ്ത് 3 ആഴ്ചയ്ക്ക് ശേഷം ഒടുവിൽ അന്നമ്മ മനസ്സു തുറന്ന് ചിരിക്കുകയാണ്. ഇനി ഇഴജന്തുക്കളെ പേടിക്കാതെ സ്വസ്ഥമായി കൊച്ചുമകനോടൊപ്പം അന്തിയുറങ്ങാം. വർഷങ്ങൾക്ക് മുമ്പ് ഭർത്താവ് മരിച്ചതിനെ തുടർന്ന് കൂലിപ്പണിയെടുത്താണ് അന്നമ്മ ജീവിക്കുന്നത്. ആരോഗ്യസ്ഥിതി മോശമായതോടെ പണിയെടുക്കാനും വയ്യാതെയായി. മുൻപ് പരമാവധി 400 രൂപയാണ് വൈദ്യുതി ബിൽ ലഭിച്ചിരുന്നത്. ഇത് കൃത്യമായി അടയ്ക്കുന്നുമുണ്ടായിരുന്നു. കഴിഞ്ഞ മാസം 15-നാണ് 49,713 രൂപയുടെ കറണ്ട് ബില്ല് അന്നമ്മയ്ക്ക് കിട്ടിയത്. 3 ബൾബുകളും വല്ലപ്പോഴും മാത്രം ഓൺ ചെയ്യുന്ന ഫ്രിഡ്ജും ടിവിയുമുള്ള വീടിനാണ് ഈ ബില്ല് വന്നത്. പരിശോധനയിൽ മീറ്റർ റീഡിംഗ് യഥാസമയം രേഖപ്പെടുത്താത്തതാണ് കൂടിയ ബില്ല് വരാൻ കാരണമെന്ന് കണ്ടെത്തി. എന്നിട്ടും ഉപയോഗിച്ചതായി മീറ്ററിൽ രേഖപ്പെടുത്തിയതിനാൽ തുക 50 ഗഡുക്കളായി അടയ്ക്കണമെന്നായിരുന്നു KSEBയുടെ വാശി. ELCB അടക്കമുള്ള സംവിധാനങ്ങൾ സ്ഥാപിക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു. മീറ്റർ റീഡിംഗ് എടുക്കേണ്ട ഉദ്യോഗസ്ഥന്റെ പിഴവ് മൂലം വന്ന ഭീമമായ തുക ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് KSEBയുടെ ഉപഭോക്തൃ തർക്കപരിഹാര ഫോറത്തിൽ പരാതിയും നൽകി. ഇതിന്റെ വിധി വന്നതിന് ശേഷം ബാക്കി തുക അടച്ചാൽ മതിയെന്നാണ് KSEB അധികൃതർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം. Be a Rajakumari. Rajakumari Gold and Diamonds. The trust of Travancore. Rajakumari.